നമ്മൾ ഇനിയിപ്പോൾ സ്പീഡ് ബോട്ടിന് പോവാണ്. ഇവിടുത്തെ ബനാന ബോട്ട് പരിപാടി കഴിഞ്ഞു. ഇനി സ്പീഡ് ബോട്ട് അതുപോലെ കയാക്കിംഗ് അതിലേക്ക് പോവാണ്. ഗൈസ് നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ഇനി സ്പീഡ് ബോട്ടിലുള്ള ചെറിയൊരു അഡ്വഞ്ചർ പരിപാടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അന്യായമായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ഇടിവെട്ട് സ്പീഡ് ബോട്ട് സഫാരി ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ മിഥുൻ ഭായ് അടിപൊളി ഡ്രൈവിംഗ് ആയത് കാരണം ഒരു പ്രശ്നമില്ലാതെ തിരിച്ചിവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്പീഡ് ബോട്ട് ആക്ടിവിറ്റി കഴിഞ്ഞ് തിരിച്ച് ക്രൂസിലേക്ക് കയറുകയാണ്. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത ശേഷം കയാക്കിംഗ് ഉണ്ട്. നമുക്ക് കയാക്കിംഗ് പോകാൻ സാധിക്കും. കയാക്കിംഗ് കുറച്ച് ചെറിയൊരു റിസ്ക് ഉണ്ട്, പക്ഷേ ലൈഫ് ജാക്കറ്റ് ഉണ്ട്. ആദ്യം ഞാൻ രജനീഷ് ഭായിയെ വിട്ടു, കാരണം ഇത് സേഫ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ രജനീഷ് ഭായി തന്നെ ആദ്യം പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിലേ ഞാൻ പോകുന്നുള്ളൂ. രജനീഷ് ഭായി വളരെ കൂളായിട്ട് തുഴഞ്ഞു പോകുന്നുണ്ട്. ഈ കയാക്കിലേക്ക് ഒരു കയറ്, നീളമുള്ള കയറ് കെട്ടിയിട്ടുണ്ട് അവർ പറയുന്ന ഒരു പരിധിക്കുള്ളിൽ നമുക്ക് കയാക്കിങ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. എന്നാലും അത്യാവശ്യം നല്ല ദൂരത്തിൽ പോകാം. രജനീഷ് ഭായി നല്ല കൂളായിട്ട് തുഴഞ്ഞു പോകുന്നുണ്ട്. ആ ബോട്ട് ഒന്ന് വന്നപ്പം അത്യാവശ്യം വലിയൊരു വേവ് വന്നു. അപ്പോൾ രജനീഷ് ഭായി ഒന്ന് പേടിച്ചു തോന്നുന്നു ഗൈസ്. ഇനി എൻ്റെ ഊഴമാണ്. ഞാൻ കയാക്കിങ് ചെയ്യാൻ പോവാണ്. എല്ലാ ഗൈഡൻസും ഇവർ തരുന്നുണ്ട്. ആദ്യം ഒന്ന് കയറുമ്പം ടെൻഷനാകും ഗൈസ്, കാരണം നമ്മൾ കടലിലാണ് എന്നുള്ളൊരു ഭയം നമുക്ക് ഓട്ടോമാറ്റിക്കായി വരും. പക്ഷേങ്കിൽ കറക്റ്റായിട്ട് തുഴഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പോവാം. ഞാൻ ഇതിന് മുന്നും കയാക്കിങ് കയറിയിട്ടുണ്ട് നമ്മുടെ കണ്ണൂർ പയ്യന്നൂരുള്ള കവായി കയാക്കിങ്ങിന്. അതുകൊണ്ട് ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് വലിയ പേടിയില്ല. അപ്പോൾ ഞാനും കയാക്കിങ് ചെയ്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ഇത് എക്സ്പ്ലോർ ചെയ്യണം ഇവിടെ വന്നാൽ. ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഏകദേശം എല്ലാ ആക്ടിവിറ്റികളും കഴിഞ്ഞു. ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്.
അപ്പോൾ ഗൈസ് ലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല ലക്ഷറി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. പലതരത്തിലുള്ള ഡിഷസുകളുണ്ട്. വെജിറ്റബിൾ വേണ്ടവർക്ക് വെജിറ്റബിൾ, നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജ് എല്ലാം ഉണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് രജനീഷ് ഭായ്, ഫുഡ് കൊള്ളാമോ? നല്ല ഫുഡാണ്. റൈസ് ഉണ്ട്, ഫുഡ്ബൂസ് ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്. ഗൈസ് കൊള്ളാം, അത്യാവശ്യം നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റി ഉണ്ട്, ഒരുപാട് ഡിഷസ് ഉണ്ട്. ഗെയ്സ് അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് അടിപൊളി ലഞ്ചായിരുന്നു, നല്ല ഫുഡായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ലൈം സ്റ്റോൺ കാണാനായിട്ട് പോവാണ്. അപ്പം ഞാനത് കൂടുതൽ പറഞ്ഞ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കുന്നില്ല. നമുക്ക് ചെന്നിട്ട് അത് കാണുമ്പോൾ എന്താണ് ഈ ലൈം സ്റ്റോൺ എന്നൊക്കെയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ച് ലഞ്ച് കഴിഞ്ഞതിൻ്റെ ഒരു ക്ഷീണത്തിൽ ചിലരൊക്കെ കിടന്ന് റെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടുന്ന് ഒരു 10-20 മിനിറ്റ് ദൂരമുണ്ട് ഈ ലൈം സ്റ്റോൺ കേവ് കാണാനായിട്ട്. നമ്മൾ ലൈം സ്റ്റോൺ കേവ് കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ യാത്രയുടെ ലഹരിയിൽ അങ്ങനെ അങ്ങ് ഒഴുകി പോകുമ്പോണ്ടല്ലോ ഗൈസ്, ഈ യാത്ര ഒന്നുകൂടെ എൻഗേജിങ് ആക്കാനായിട്ട് നമ്മുടെ അനീഷ് ഭായ് ഒരു പാട്ടൊക്കെ പാടാൻ പോവാണ് കേട്ടോ. ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. അനീഷ് ഭായ് ഇത്രയും വലിയൊരു പാട്ടുകാരനാണ് എന്ന് ഞങ്ങൾ ഊഹിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ, അന്യായ തണുപ്പാണ്, നല്ല തണുപ്പാണ് ഇവിടെ. ഈ വിൻ്റർ സീസൺ തുടങ്ങിയ പിന്നെ ഇപ്പോൾ ഈ ഉൾക്കടലിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റും വീശുന്നുണ്ട്. നമ്മളെല്ലാവരും ഏകദേശം ഒരു ജാക്കറ്റൊക്കെ എടുത്തിട്ടിട്ടുണ്ട്, കാരണം തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഈ ക്രൂസിലിരിക്കുമ്പം എങ്ങോട്ട് പോയാൽ ഈ മലകളെ കാണാൻ പറ്റുള്ളൂ, പക്ഷേ അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ലൈം സ്റ്റോൺ കേവിന് അടുത്തെത്തിയിരിക്കുകയാണ് ഗെയ്സ്. നിങ്ങൾ ഈ കാണുന്ന മലകളാണ്, വലിയ വലിയ മലകളാണ് ലൈം സ്റ്റോൺ കേവുകൾ എന്ന് പറയുന്നത്. 40 ഡിഗ്രി മേലെ ചൂട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഈ മലയിലെ കല്ലുകളെല്ലാം അലിഞ്ഞിട്ട് മെൽറ്റായി ഈ വെള്ളത്തിലേക്ക് ചേരാൻ തുടങ്ങും. അങ്ങനെയാണ് നിങ്ങൾ ഈ കാണുന്ന ഈ മലയുടെ താഴെയുള്ള ഈ കേവുകൾ, ഈ ഗുഹകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് സ്ഥലത്ത് ഈ കേവുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ സമ്മർ സീസൺ വരുമ്പം 50 ഡിഗ്രിക്ക് മേലെ ചൂട് പോകും. അപ്പോൾ ആ സമയത്തൊക്കെ ഈ പാറകൾ ഇങ്ങനെ മെൽറ്റായി ഇത് വെള്ളത്തിലേക്ക് അലിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വലിയ അവിടെ നിങ്ങൾ ഈ കാണുന്ന ഗുഹയുണ്ടല്ലോ, അത് അത്യാവശ്യം വലിയ ഒരു കേവാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് കേവുകൾ പല സൈഡിലും ഉണ്ട്. ഈ ലൈം സ്റ്റോൺ കേവുകളെന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളത്തിൽ ഈ ചുണ്ണാമ്പ് പാറകൾ എന്ന് പറയില്ലേ, അതാണ് സംഭവം. ഈ ലൈം സ്റ്റോണുകൾ ഉപയോഗിക്കുന്നത് ശരിക്കും വാട്ടർ പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കും, പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ ടൈലുകൾ, മാർബിളുകളുടെ നിർമ്മാണം, അതുപോലെ തന്നെ പേപ്പർ പ്രൊഡക്ഷൻ, മൈനിങ്, വാട്ടർ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഈ ലൈം സ്റ്റോണുകൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഈ മലയുടെ അടിഭാഗം മുഴുവൻ ഏകദേശം നല്ല രീതിയിൽ ലൈം സ്റ്റോൺ ആയി കഴിഞ്ഞു. അടുത്ത മലകളിലേക്കും ഇത് സ്പ്രെഡായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2-3 തുടരെയുള്ള മലകളുടെ ഒരുപാട് സ്ഥലങ്ങളിൽ ലൈം സ്റ്റോൺ ആയി കഴിഞ്ഞു. ഈ ലൈം സ്റ്റോൺ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ. അപ്പോൾ അത് കാണുകയും കൂടെ ചെയ്യുമ്പോൾ വല്ലാത്ത ത്രില്ലാണ്. ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരും ഏകദേശം നല്ല ത്രില്ലിലാണ്. കാരണം ഇതൊരു അസാധ്യ വ്യൂ ആയിരുന്നു ഈ ലൈം സ്റ്റോൺ വാച്ച് ചെയ്യുക എന്നുള്ളത്. ഇത് ഈ മുസാണ്ടൻ ട്രിപ്പിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്.
അപ്പോൾ നമ്മൾ അടുത്തത് ഫിഷിങ്ങിന് പോവാണ്. ചൂണ്ടയിട്ട് ഫിഷിങ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ക്രൂസിലിരുന്നുകൊണ്ട് തന്നെ. അപ്പം നമുക്ക് ഇവരങ്ങനെ ഒരു ഓപ്ഷൻ തരുന്ന ശരിക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ, ഏതെങ്കിലും മീൻ നമ്മുടെ ചൂണ്ടയിൽ കുരുങ്ങുമോ എന്നറിയണ്ടേ. നമുക്ക് ഏതായാലും അവർ ചൂണ്ടകളൊക്കെ തന്നു. ഞാൻ എന്തായാലും ചൂണ്ടയിടാൻ പോവാണ്. ഞാനും രജനീഷ് ഭായിയും ചൂണ്ടയിട്ടു. ഇവർ നമുക്കൊരു ചൂണ്ട തരും. നമുക്ക് ആ ചൂണ്ടയിട്ട് നമുക്ക് മീനെ പിടിക്കാൻ സാധിക്കും. പക്ഷേങ്കിൽ കിട്ടണം എന്നുറപ്പില്ല, കാരണം കാലാവസ്ഥ നല്ലതാണെങ്കിൽ മാത്രമേ കിട്ടൂ. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള വേവ് ഉണ്ട് ഇന്ന്. പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കും ആർക്കും മീൻ കിട്ടിയിട്ടില്ല. നമ്മുടെ ക്രൂയിസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയും. അപ്പോൾ ഈ ആടി ഉലയുമ്പം ഈ ചൂണ്ടയും അനങ്ങും. അപ്പോൾ നമുക്ക് മീനുകളൊന്നും നമ്മുടെ ഇടുന്ന ചൂണ്ടയിൽ കൊത്തില്ല. പക്ഷേ ഈ വലിയ വേവുകളില്ലാത്ത സമയത്ത് വരുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഫിഷ് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത് തിരിച്ചെടുത്ത് വെച്ചിട്ട് നമ്മൾ തിരിച്ചു പോകാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റുകൾ മെൻഷൻ ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു രജനീഷ് ഭായ് നമ്മുടെ ട്രിപ്പ്? സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഒരു ദിവസം മൊത്തം എക്സ്പ്ലോർ ചെയ്യാനുള്ള സംഭവങ്ങളുണ്ടായിരുന്നു, ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ഹോൾ ഡേ വന്നിട്ട് ഒരു ഫാമിലിയായിട്ട് ചില്ല് ചെയ്തിട്ട് സൂപ്പർ സ്ഥലമാണ്, സൂപ്പർ എക്സ്പീരിയൻസ്. അപ്പം ഒരു ദിവസം മൊത്തം നിങ്ങൾക്ക് ആക്ടിവിറ്റി ഉണ്ടാവും. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വന്നിട്ട് പോകാം, ഫാമിലി ആയിട്ട് വരാം, കുട്ടികളുണ്ടെങ്കിലും ഒന്നും യാതൊരു പ്രശ്നമില്ല. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ട്രിപ്പ് എൻജോയ് ചെയ്തിട്ട് പോകാം. അപ്പം നമുക്ക് അടുത്ത വ്ളോഗിൽ മറ്റൊരു സ്ഥലവുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.